ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. മഞ്ഞുതുള്ളികൾ. കേരള ക്രൈസ്തവർക്ക് അതിപുരാതനമായ ഒരു സംഗീത പാരമ്പര്യമുണ്ട്. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ അനേകം എഴുത്തുകാരും കവികളും ഈ ഗാനശാഖയെ സമ്പന്നമാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനികളാണ് മഹാകവി KV സൈമൺ, മോശെ വത്സലം, സാധു കൊച്ചുകുഞ്ഞുപദേശി, ചാൾസ് ജോൺ തുടങ്ങി അനേകം പേർ ഈ ഗാന മേഖലയെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ചില പാട്ടുകളെക്കുറിച്ചുള്ള അപഗ്രഥനവും അതിൻ്റെ അവതരണവുമാണ്. ഇന്ന് നമുക്കായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ മാത്യു ഡാനിയൽ അച്ഛനാണ്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ സാധു കൊച്ചുകുഞ്ഞുപദേശിയെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ശ്രമിച്ച ഒരാൾ എന്നുള്ള നിലയിൽ മാത്രമല്ല, അച്ഛൻ കൊച്ചുകുഞ്ഞുപദേശിയെക്കുറിച്ച് ജീവചരിത്രം കൂടെ എഴുതിയൊരു മഹത് വ്യക്തിയാണ്. അച്ഛനെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, സാധു കൊച്ചുകുഞ്ഞുപദേശിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ചും അച്ഛനോട് ഞങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുകയാണ്. അച്ഛൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? പമ്പാ നദിയുടെ തീരത്ത് ഇരുന്നു കൊണ്ട് ഈ നദിയുടെ തീരഭൂമിയിൽ ജനിച്ച് വളർന്ന് ക്രിസ്തുവിന് സാക്ഷ്യം കൊണ്ട് സാധു കൊച്ചുകുഞ്ഞുപദേശിയെക്കുറിച്ച് വിശേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിലേറെ ചാരിതാർത്ഥ്യമുണ്ട്. പമ്പാ നദി ആധ്യാത്മിക സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളത് പ്രസിദ്ധമാണ്. അപ്പോൾ പമ്പാ നദിയുടെ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഇടയാറന്മുള. ഇടയാറന്മുളയിലുള്ള മൂത്താമ്പാക്കൽ എന്ന ഭവനമാണ് സാധു കൊച്ചുകുഞ്ഞുപദേശിക്ക് ജന്മം നൽകിയെന്ന് പറയുന്നത്. കാർഷിക വൃത്തി ജീവിതവൃത്തമായി സ്വീകരിച്ച സാധാരണക്കാരായ ഗ്രാമീണരുടെ പ്രദേശമാണ് ഇടയാറന്മുള എന്ന് പറയുക. എന്നാൽ ആധ്യാത്മികതയ്ക്കും കേളികേട്ട പ്രദേശമാണ്. അത് ക്രൈസ്തവ ആധ്യാത്മികതയും ഹൈന്ദവ ആധ്യാത്മികതയും ഇഴചേർന്ന് കിടക്കുന്ന ഒരു പ്രത്യേക പ്രദേശമാണെന്നുള്ളതും സവിശേഷതയുണ്ട്. ക്രൈസ്തവ ആധ്യാത്മികതയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്നത് സാധു കൊച്ചുകുഞ്ഞുപദേശിയും മറ്റൊരാൾ മഹാകവി KV സൈമൺ സാറുമാണ്. ഈ രണ്ടുപേരും സമകാലീനരായിരുന്നുവെന്നും സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞുകൂടിയവരാണെന്നുള്ളതും ഒരു പക്ഷേ നമുക്ക് അത്ഭുതകരമായൊരു സത്യമായിട്ട് നമുക്ക് തോന്നാം. പിന്നെ ഇവർക്കൊരു ആധ്യാത്മിക പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും അവരുടെ ഒരു ആത്മീയ സമീപനത്തെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവർ ബന്ധുക്കളുമാണ് അല്ലേ? അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ നിർവാഹമില്ല, എങ്കിലും പറയുന്നുണ്ട് ദാവീദും യോനാഥാനും പോലെയാണ് ഞങ്ങൾ എന്ന് അദ്ദേഹം അവരുടെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധുവിൻ്റെ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ മധ്യരുതാംകൂറിൽ ഈ നവീകരണത്തിൻ്റെ ഒരു പാരമ്പര്യം അരയടിച്ച കാലത്താണ് അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരവരെന്ന് പറയുക. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ പകുതിയിൽ തന്നെ നവീകരണം ഉണ്ടാകുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ വിശുദ്ധ വേദപുസ്തകമാണ് എന്ന കാഴ്ചപ്പാടുണ്ടാകുന്നു. അതുകൊണ്ട് ഈ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ളത് അക്കാലത്തെ ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രഥമമാണ്. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഒരു പടം പോലും ഈ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കാത്തതായിട്ട് ഇന്ന് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഗാനങ്ങൾ രചിക്കുക മാത്രമല്ല ഒരു പ്രേക്ഷിതനായി അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തമിഴ്നാട്ടിൽ സിലോൺ വരെ അദ്ദേഹം ഈ ഒരു സാക്ഷ്യം കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 30 വർഷത്തോളം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ 30 വർഷത്തോളം ക്രിസ്തുവിന് സാക്ഷ്യം കൊണ്ട വളരെ ഐതിഹാസികമാനമുള്ള ഒരു വ്യക്തിയാണ് കൊച്ചുകുഞ്ഞുപദേശി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരുപക്ഷെ ഇന്ന് അനശ്വരമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ്. ആ ഗാനം ഒരു സമാഹാരമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് യഹോവ ഭക്തന്മാർക്കുള്ള ആശ്വാസ ഗീതങ്ങൾ എന്നാണ്. 236 പാട്ടുകൾ ആ പുസ്തകത്തിലുണ്ട്. അതിൽ 209 പാട്ടുകളും സാധു കൊച്ചുകുഞ്ഞുപദേശി രചിച്ചിട്ടുള്ള പാട്ടുകളാണ്. ഈ 209 പാട്ടുകളെ സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയിട്ടുള്ളൂ. അതിന് നമുക്ക് വല്ല തെളിവുകളോ വല്ലതും? പുസ്തക രൂപത്തിൽ അത്രേ വന്നിട്ടുള്ളൂ. കാരണം അദ്ദേഹം ആദ്യകാലം മുതൽ തന്നെ ഈ പാട്ടുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ അച്ചടിച്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഒരു വ്രതം കാട്ടിയ ഒരു സുവിശേഷകനാണ്. അത്തരക്കാർ കുറവാണ്.
അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് ഈ പാട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല. പിന്നെ ഒട്ടും റെലവൻ്റ് അല്ല എന്ന് തോന്നുന്നു, ചിലതൊക്കെ ഉപേക്ഷിച്ച് കാണുമായിരിക്കാം. ഏതായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന തെളിവനുസരിച്ച് 209 പാട്ടുകളേ ഉള്ളൂ. എല്ലാവരുടെയും മനസ്സിൽ കൊച്ചുകുഞ്ഞ് ഉപദേശി ഒരു ഭക്ത കവി എന്നുള്ളൊരു രീതിയിലാണ് എല്ലാവരും അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ മറ്റുള്ള രചയിതാക്കളും ഈ നമ്മുടെ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുമായിട്ടുള്ളൊരു വ്യത്യാസം എന്താ, അതിനെക്കുറിച്ച് അച്ഛന് പറയാനായിട്ടുള്ളത്? ഏറ്റവും പ്രധാനം ലളിതമായി പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഒഴുകി ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്നതാണ്. അത് അനുവാദകൻ്റെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നതാണ്. ഇത് ബുദ്ധിയോടല്ല സംവദിക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയത്തോടാണ്. സാധു കൊച്ചുപേശിയുടെ പാട്ടുകൾ ഇന്നും നെഞ്ചിലേറ്റുന്നത്, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു എന്ന് ഓർമ്മിക്കുക, എന്നിട്ട് നെഞ്ചിലേറ്റുന്നത് ഈ ഒറ്റ കാരണത്താലാണ്. കാരണം അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോട് സംവദിക്കുന്നതാണ്, അല്ല ബുദ്ധിയിൽ നിന്ന് ബുദ്ധിയോടല്ല. പിന്നെ പ്രധാനമായിട്ടും സാധു കൊച്ചുപേശിയുടെ മിക്ക ഗാനങ്ങളിലും നമുക്ക് കാണാവുന്നൊരു കാര്യം, ഈ രണ്ടാം വരവിനെക്കുറിച്ച് വളരെ നന്നായിട്ട് പ്രതിപാദിക്കുന്നൊരു വിഷയമാണ്. നമ്മുടെ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം, ക്രിസ്തുവിനെ നമ്മളെ രക്ഷിതാവായി സ്വീകരിക്കണം, അതിനുവേണ്ടി നമ്മുടെ ജീവിത ക്രമീകരണം ചെയ്യുക, ഇങ്ങനെയുള്ളൊരു ആഹ്വാനങ്ങളും അതിനുശേഷം മിക്ക പാട്ടുകളിലും അവസാനം ഈ രണ്ടാം വരവിൻ്റെ ഒരു ബിംബം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വലിയ യാഥാർത്ഥ്യമായിരുന്നു. കാരണം അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുക ഞാനൊരു പരദേശിയാണെന്നാണ്, ഞാനൊരു മോക്ഷയാത്രികനാണ്. ആ വാക്കും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ഷണികമാണെന്നും ദൈവം തമ്പുരാൻ നിത്യമായ ഒരു നാളെ ക്രിസ്തുഭക്തന് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നൊരു അചഞ്ചലമായ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിൽ ഒന്നാണ് ക്രിസ്തു എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരും എന്നുള്ളത്. അപ്പോൾ അത് ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വാക്ക് അവരെക്കൊണ്ട് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ആ പുനരാഗമനത്തിനുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തെ മറക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. എന്നാൽ ഇവിടെ ഈ ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ പുനരാഗമനത്തെ സ്വപ്നം കാണുക. അതുകൊണ്ട് ഒരുപക്ഷെ എല്ലാ ഗാനങ്ങളുടെയും അന്തർധാര ഈ പുനരാഗമനത്തെ കുറിക്കുന്ന സ്വപ്നമാണ്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ പാട്ടുകളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു അചഞ്ചലമായ ദൈവവിശ്വാസവും പ്രത്യാശയും അതുപോലെ ദൈവസ്നേഹവും അതുകൂടാതെ തന്നെ മനുഷ്യ സ്നേഹം, ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു ഈ എഴുത്ത് രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. ആ ഒരു കാവ്യ ഭംഗിയെക്കുറിച്ച് എന്താ അച്ഛന് പറയാനുള്ളത്? അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഭൂമിയെ വിസ്മരിക്കുകയല്ല, മറുലോകത്തെ മാത്രം സ്വപ്നം കാണുന്ന വ്യക്തി ആയിരുന്നില്ല. അതിലുപരിയായി കാരണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തനിക്ക് ചില കടപ്പാടുകളുണ്ട് എന്നൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഗാനങ്ങൾ മാത്രം എടുക്കുമ്പോൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടെയായിരുന്നു. അതായത് എൻ്റെ നാട്ടിൽ ആരും അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു വ്രതമായിരുന്നത്. ആര് ചെന്ന് കടം ചോദിച്ചാലും, കടമെന്നല്ല പറയേണ്ടത്, പറ്റ് ചോദിച്ചാലും അദ്ദേഹം കടകളിൽ ഇടപാട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവർക്ക് സൗജന്യമായിട്ട് കൊടുത്തിരിക്കണം പറയാം. കാരണം ആരും അത്താഴപ്പട്ടിണി കിടക്കരുത്. അതുമാത്രമല്ല സ്വന്തം ഭവനത്തിനുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു. രാത്രി 12 മണി ആകുമ്പോൾ ഇറങ്ങി വിളിച്ച് ചോദിക്കും ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ എന്ന്. എങ്കിൽ മാത്രമേ കിടക്കാനായിട്ട് അക്കാലത്തുള്ളവരെ അദ്ദേഹം അനുവദിച്ചിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം പൊരുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളുമുണ്ട് അല്ലേ? ആ പാട്ടുകളുണ്ട്. പക്ഷേ അത് അത്രയും പോപ്പുലർ അല്ല എന്നത് മാത്രമേ ഉള്ളൂ. അത്രയും പാട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. പാട്ടുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തന്നെ അങ്ങനെയുണ്ട്. ഇപ്പോൾ ലേലച്ചിട്ടി ദോഷം ഒരു പുസ്തകമാണ്. അതുപോലെ വ്യാപാരധർമ്മം വേറൊരു പുസ്തകമാണ്. സ്ത്രീധന ത്യാഗം വേറൊരു പുസ്തകമാണ്. ഇവിടെയൊക്കെ അദ്ദേഹത്തിന് പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. അതായത് സ്ത്രീധനം കൊടുക്കാനും പാടില്ല, വാങ്ങിക്കാനും പാടില്ല. കാരണം അതുകൊണ്ട് ധാരാളം കുടുംബങ്ങൾ വഴിയാധാരമായി തീരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്ത്രീധന പിശാചിന് കൊടുക്കാൻ പാടില്ല, സ്ത്രീധനം വാങ്ങാത്തവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. അപ്പോൾ അതിനുള്ള ക്രമീകരണമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ജീവചരിത്രം പഠിക്കുന്നത് കുറേക്കൂടെ വ്യക്തമായിട്ട് ബോധ്യമാകും. അപ്പോൾ സാറ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം അതാണ്. കാരണം ഈ മനുഷ്യ സ്നേഹവും ദൈവസ്നേഹത്തെ ഒന്നിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഒരു സന്തുലിതമായ മുഖം അതാണല്ലോ. കാരണം ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, അതൊരു ക്രിസ്തുവിന്റെ സ്വഭാവം തന്നിലേക്ക് തന്നെ യേശുവിൻ്റെ രൂപം, യേശുവിൻ്റെ ഭാവം എന്നിലേക്ക് ആവാഹിക്കുക. ഇത് അദ്ദേഹത്തിൻ്റെ കഠിനമായൊരു വ്രതമാണ് പറയുന്നത്. അതെല്ലാം നമുക്കും സ്വീകരിക്കാവുന്ന ചില നന്മകളാണ് എന്ന് ഇത്തരത്തിൽ നമുക്ക് ഇന്നും പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ്. കാരണം ആ രൂപത്തിൽ നമുക്ക് ഒക്കില്ല, പക്ഷേ ഇതിന് പുതിയ ഭാവതലങ്ങളോടെ അത് നമുക്ക് ഇന്ന് സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ തരത്തിലുള്ള ജീവിതനിഷ്ഠകൾ. അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നേ ചെറുപ്പത്തിൽ തന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അക്കാലത്ത് ശൈശവ വിവാഹം നിലവിരുന്ന കാലത്ത് 12-13 വയസ്സുള്ള വിവാഹം കഴിച്ചു. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്താണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പഠിക്കാനായിട്ട് 1 വർഷമേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ പോയിട്ടില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ
ഭവനം 4 സഹോദരിമാരുണ്ടായിരുന്നു. അവരെ വിവാഹം കഴിച്ച് അയക്കണമായിരുന്നു. മാതാപിതാക്കളും ആ പ്രായത്തിൽ തന്നെ കടന്നുപോയി. അപ്പോൾ അങ്ങനെയുള്ള ബാധ്യതകൾ, അതുപോലെ കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. അത് സ്വന്തം പുരയിടത്തിൽ മാത്രമല്ല പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കച്ചവടം കുറച്ചു കാലം പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ ആ രൂപത്തിൽ കുടുംബത്തോടുള്ള കടപ്പാട് അദ്ദേഹം ആവോളം കാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭാര്യയും 3 മക്കളുമാണുള്ളത്. ഒരു മകൻ മരിച്ചുപോയി. ആ മകൻ്റെ മരണത്തിൽ പോലും അദ്ദേഹം മനംനൊന്ത് പാടിയ ഒരു പാട്ട് പ്രസിദ്ധമാണല്ലോ. കേരളത്തിലെ പൈതൃക ഗ്രാമങ്ങളിലൊന്നായ ആറന്മുളയിലെ ഇടയാറുമുള എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലെ മൂത്താമ്പാക്കൽ തറവാട്ടിൽ നിന്നുകൊണ്ട് ആണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പിതാമഹനായിരുന്ന മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയെക്കുറിച്ച് അനുസ്മരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൊച്ചുമകൻ ആണ് ഞാൻ, അനീഷ് ബെഞ്ചമിൻ എന്ന ഞാനിപ്പോൾ ഇടയാറുമുള AMM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയാണ്. കേരള ക്രൈസ്തവ ചരിത്രത്തിൽ 20-ാം നൂറ്റാണ്ടിൽ നവീകരണ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലും ദക്ഷിണേന്ത്യയിലും സിലോണിലും സുവിശേഷ പ്രചരണം നടത്തിയ കർമ്മയോഗിയായിരുന്നു മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് MI ഇട്ടി എന്നായിരുന്നു. എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിലും ദക്ഷിണ ആന്ധ്രയിലും സിലോണിലും ഒക്കെ സുവിശേഷ വേല നിർവഹിക്കുന്നതിനായി അദ്ദേഹം ഒരു തീർത്ഥാടകനെ പോലെ സഞ്ചരിച്ചപ്പോൾ തമിഴ്നാടുകാർ അദ്ദേഹത്തിന് നൽകിയ ഒരു നാമവിശേഷണമാണ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി എന്നത്. 1883 നവംബർ 29-ാം തീയതി ഇടയാറുമുള എന്ന ചെറുഗ്രാമത്തിൽ പമ്പയുടെ തീരത്ത് മൂത്താമ്പാക്കൽ തറവാട്ടിലാണ് കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ജനനം. 1962 നവംബർ 30 വരെ നീണ്ട അദ്ദേഹത്തിൻ്റെ ജീവിത തീർത്ഥയാത്രയിൽ അദ്ദേഹം ക്രൈസ്തവ ചരിത്രത്തിന് മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ സാങ്കിയും മൂടിയും എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആധികാരികതയും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ആശ്വാസ ഗീതങ്ങളുടെ സഞ്ചയവുമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിശേഷണം പറയാൻ കഴിയുമെങ്കിൽ ജീവിതം തന്നെ സുവിശേഷം തന്നെ ജീവിതം. താൻ പ്രവർത്തിച്ചതിനപ്പുറം ഒന്നും പ്രസംഗിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതേപോലെ പ്രസംഗിച്ചത് പ്രാവർത്തികമാക്കുവാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആണ് അദ്ദേഹത്തെ ലോകപ്രശസ്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കൊത്തിവയ്ക്കപ്പെട്ട വാചകങ്ങൾ ഇന്നും ആ കുടീരത്തിൽ കാണുവാൻ സാധിക്കും. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ മൺകൂടാരം ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാനായി കടന്നുപോയിരിക്കുന്നു. ആ ദിവ്യ കൂടിക്കാഴ്ചയിൽ വീണ്ടും കണ്ടുകൊള്ളാം. തികഞ്ഞ സാത്വികനായിരുന്ന അദ്ദേഹം ഒരു സസ്യബുക്ക് കൂടിയായിരുന്നു. ഒരു മാസത്തിൽ കേവലം 19 നേരം മാത്രം ഭക്ഷണം കഴിച്ച അദ്ദേഹം തികഞ്ഞ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലുമാണ് തൻ്റെ ആയുസ് ചെലവഴിച്ചത്. മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി രചനയും സംഗീതവും പ്രാർത്ഥനാപൂർവ്വം നിർവഹിച്ച ഗാനങ്ങൾ മഞ്ഞുതുള്ളികൾ എന്ന പ്രോഗ്രാമിലൂടെ ഷാലോം TV പ്രക്ഷേപണം ചെയ്ത് അനേകരുടെ ഹൃദയങ്ങളിൽ ആശ്വാസവും പ്രത്യാശയും പകർന്നു നൽകുവാനായി ഇടയായിത്തീരുന്നതും അത് കേൾക്കാൻ ഇടയായിത്തീരുന്നതും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെയധികം സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. അച്ഛൻ പറഞ്ഞല്ലോ 209ഓളം അല്ലേ ഗാനങ്ങൾ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി രചിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ആദ്യ എപ്പിസോഡിൽ ഒരു ഗാനം അച്ഛന് മനോഹരമായി തോന്നുന്ന ഒരു ഗാനം പറയാമോ? എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എന്ന ഗാനമാവും തുടങ്ങാൻ ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ആ ഗാനം രചിക്കപ്പെട്ട ആ സാഹചര്യം അച്ഛൻ അതിനെക്കുറിച്ച് വല്ലതും ഉപദേശി എഴുതിയിട്ടുണ്ടോ? ആ സാഹചര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഈ ഗാനം രചിക്കാനുള്ള പശ്ചാത്തലം ഉപദേശി സ്വന്തം കൈപ്പടയിൽ കുറിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ ഒരു കടുത്ത ഏകാന്തതയിലേക്ക് മാറുന്നു ഉപദേശിയുടെ ഒരു കാലഘട്ടത്തിലെ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഭൗതികമായ ജീവിതത്തിൽ നിന്ന് ഒരു വിരക്തിയോടുകൂടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് മാത്രം മനസ്സ് ഉറപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേറെ സമയം ചെലവഴിച്ചത് വീട്ടിലുള്ള ഒരു നിലവറയിലാണ്. അപ്പോൾ അന്ന് കഠിനമായ ഉപവാസം. അന്ന് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ വേദഗ്രന്ഥം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തിന് ഭോജ്യപേയങ്ങൾ, അതായത് ഭക്ഷണം അതാണ്, പാനീയം അതാണ് മാത്രമായിരുന്നു പറയുന്നത്.
അപ്പോൾ ഈ ഏകാന്തത മനസ്സിലാക്കാനായിട്ട് ഒരു പക്ഷേ ചുറ്റുവട്ടമുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും അവരുടെ പിതാവ് വന്ന് വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞുള്ള ഘട്ടം എന്ന് പറയുന്നത് തൻ്റെ വീടിന് അടുത്ത് പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും കുടുംബവും താമസിക്കുന്നുണ്ട്. അവരും ഇവിടെ താമസം ഉറപ്പിക്കാതെ ഇനി ഇവിടുന്ന് പൊയ്ക്കളയാം എന്ന് വിചാരിച്ച് ഭാര്യ വീട്ടിനടുത്തേക്ക് പോകുന്നു. അപ്പോൾ കഠിനമായ ഒരു ഏകാന്തതയിലേക്ക് താൻ നിബന്ധിച്ചിരിക്കുന്നുവല്ലോ എന്ന ചിന്ത മനസ്സിൽ വന്നപ്പോൾ എന്തിന് ഞാൻ ഈ ഏകാന്തതയെക്കുറിച്ച് ദുഃഖിക്കുന്നു, എൻ്റെ ദൈവ മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നില്ലേ? ആ ഒരു ആധ്യാത്മികമായ ആ ഒരു ചിന്തയിൽ നിന്ന് ഉറവെടുത്ത ഏറ്റവും മനോഹരമായൊരു ഗാനമാണത് എൻ്റെ ചിന്ത. ഓക്കെ, അപ്പോൾ ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം. അതെ. എന്റെ ദൈവം മഹത്വ
മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. അച്ഛാ, എത്ര മനോഹരമായ ഗാനം. അതെ അതെ. ഇതുപോലെ നമുക്ക് മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം. ഈ ആത്മസുഖം പോലെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനത്തെക്കുറിച്ച് അച്ഛൻ്റെ ഒരു... സാധു കൊച്ചുകുഞ്ഞ് ഒരു മിസ്റ്റിക്കാണ്, ക്രിസ്ത്യൻ മിസ്റ്റിക്ക് എന്ന് പറയുന്നതാണ് അവരുടെ ശരി എന്നെനിക്ക് തോന്നുന്നു. കാരണം ക്രിസ്തുവിനെ പ്രാണപ്രിയനായി കാണുകയാണ്. ഇപ്പോൾ ജീവിതയാത്രയിലെ അഭയം ദൈവം മാത്രമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ ആത്മസുഖം പോലെ എന്ന് പറയുന്ന ആത്മീയ സൗഖ്യത്തെക്കുറിച്ച്, ആത്മീയ സുഖത്തെക്കുറിച്ച് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മസുഖം എന്ന വാക്ക് ഉദ്ദേശിക്കുന്ന അതാണ്. അപ്പോൾ ആ പാട്ടിൽ പറയുന്നുണ്ട്, ഒരു അമ്മയുടെ മാറിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഒട്ടിച്ചേർന്ന്, വാത്സല്യം, അതെ വാത്സല്യം പറ്റിച്ചേർന്ന് കിടക്കുന്ന പോലെ, അതുപോലെ ക്രിസ്തുനാഥൻ്റെ മാറിൽ ചേർന്ന് കിടക്കേണ്ടവനാണ് ഞാൻ. ആ ഒരു ചിന്ത, ആ ജീവിതം എത്രയോ സന്തോഷവും എത്രയോ ചേർന്ന് നിൽക്കുന്ന, അതെ അതെ, ആനന്ദമുള്ളതാണെന്ന് പറയാം. ആ ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അതിനകത്തെ ഈ നക്ഷത്ര ലോകം പോകുന്നതിന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അതാണ്. അത് നക്ഷത്രകോളങ്ങൾ അപ്പുറത്തേക്ക് പോയിരിക്കുന്നു അദ്ദേഹം തൻ്റെ കബറിടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാചകത്തിലായി ഇപ്പോൾ ഈ ഇരടികൾ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്, നക്ഷത്ര ലോകം പോകുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാധുവിൻ്റെ ഈ ആത്മീയ ദർശനത്തോട് ഏറ്റവും ഇണക്കമുള്ള, ഏറ്റവും ചേർച്ചയുള്ള മനോഹരമായൊരു ഗാനമാണ്. ലോകത്തിലെ ഏത് സുഖത്തേക്കാൾ വലുത് ആത്മസുഖമാണ്. അതാണ് അതിൻ്റെ. എനിക്കൊന്നൊരു ഗാന്ധിജിയെ പോലൊരു ഡിറ്റാച്ച്ഡ് വേയിലൂടെ, അതെ, ഡിറ്റാച്ച്ഡ് ലൈഫുണ്ട്. അത് ഒരു സ്പിരിച്വൽ, എല്ലാ അർത്ഥത്തിലും ആത്മീയ സ്പിരിച്വൽ വേയിലൂടെ ജീവിതത്തെ കാണുന്നതോടൊപ്പം തന്നെ ജീവിത ശൈലി തന്നെ അതാവണം എന്ന സൂചന അതിനകത്ത് ലഭിക്കുന്നു. വരികൾ മനോഹരമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും. ആത്മസുഖം പോലെ ഏതു സുഖം പാരിൽ, പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ, രാജപ്രതാപമോ ജഡസുഖകാന്തിയോ മാനസുല്ലാസമോ ആത്മീയരെന്തെന്ന്. ആത്മസുഖം പോലെ ഏതു സുഖം പാരിൽ, പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ. കുഞ്ഞു തൻ്റമ്മയും മാർവിൽ വസിക്കുമ്പോൾ യേശുവിൻ മാർവിലാണ് ആത്മീയ ജീവിതം. താലോലഗാനങ്ങൾ അമ്മ ചൊല്ലും പോലെ ആത്മീയർക്കാനന്ദം യേശുവിൻ വാത്സല്യം. ആത്മസുഖം പോലെ ഏതു സുഖം പാരിൽ, പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ. കട്ടിലും മെത്തയും ചാരുതലയിണ സൗരഭ്യം തൂകുന്ന വാസനപ്പൂക്കളും ചൂടും കുളിർമയും ശോഭന കാഴ്ചയും ഏകുന്ന മോടിയും യേശുവിൻ വാത്സല്യം. ആത്മസുഖം പോലെ ഏതു സുഖം പാരിൽ, പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ.
ഏകാന്ത ജീവിത വരപ്രഭലബ്ധന കൈകൾ തലയ്ക്കുവച്ചുറങ്ങുമാ സാധുനി ശയ്യയിൽ ദൃശ്യമായി വേറാരുമില്ലെന്നാൽ കോടാനുകോടികൾ കദൃശ്യരന്നുണ്ടെന്ന് ആത്മസുഖം പോലെ ഏതു സുഖം പാരിൽ പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ പച്ചിലവർഗമോ പാകമാം കായ്കളോ പച്ചവെള്ളം താനേ പാചകഹാരമോ ഇച്ഛയൊന്നും തീണ്ടാതാത്മീയരാശ്രയിച്ചിടുമ്പോളേതൻ്റെ ആനന്ദം തൂകുന്നു ആത്മസുഖം പോലെ ഏതു സുഖം പാരിൽ പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ മുട്ടിൽ വണങ്ങിയോർ പാദത്തിൽ നിന്ദിക്കും ദണ്ഡ നമസ്കാരം സാഷ്ടാംഗമായിട്ട് പരമാത്മധ്യാനത്തിൽ നിഷ്ഠയുറച്ചവൻ ചെയ്യുന്നോരാധന എന്തു മഹാനന്ദം ആത്മസുഖം പോലെ ഏതു സുഖം പാരിൽ പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ മാനും മാൻപേടയും പർവ്വതാഗ്രങ്ങളിൽ തുള്ളിച്ചാടും പോലെ കിട്ടുമെൻ ദർശനം വഴിമധ്യേ പാടിക്കൊണ്ടേശുവെ സാക്ഷിച്ചു പർവാസം ചെയ്യുന്നതെന്തു മഹാനന്ദം ആത്മസുഖം പോലെ ഏതു സുഖം പാരിൽ പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ. അച്ഛാ, ഇന്നത്തെ സമയം നമുക്ക് തീരുകയാണല്ലോ. നമുക്ക് വരും എപ്പിസോഡുകളിൽ കൂടുതൽ ഗാനങ്ങളുമായി സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ഗാനങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതവും ദർശനവും അടുത്ത് പരിചയപ്പെടുന്നതിന് അത് ഉപകരിക്കുകയും ചെയ്യും. വരും എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ